അങ്ങനെ ഒരിക്കൽ കണ്ടുപോയി അധികമൊന്നും വൈകാതെ ഗുരുവായൂരിന്ന് കണ്ണന്റെ അടുത്ത വിളി വന്നു വീണ്ടും കാണാനുള്ള. ഇത്തവണത്തെ യാത്ര വളരെ അവിചാരിതമായിരുന്നു. അല്ലെങ്കിലും കണ്ണനെ അറിയാവുന്നവർക്കറിയാം, നമ്മൾ കാണാൻ ആഗ്രഹിക്കുമ്പോഴായിരിക്കില്ല, കണ്ണൻ നമ്മളെ കാണാൻ ആഗ്രഹിക്കുമ്പോഴായിരിക്കും ആ കൂടിക്കാഴ്ച സാധ്യമാവുക. അങ്ങനെ തുളസിമാലയും താമരമുട്ടും കദളിപ്പഴവുമായി ഞാൻ കണ്ണനെ കാണാൻ പോയി. അത്തിമര ഗണപതിക്ക് നാളികേരവും ഉടച്ച് രാധേ രാധേ മന്ത്രം ജപിച്ച് രുദ്രതീർത്ഥം ചുറ്റി മഹാപ്രദക്ഷിണം ചെയ്തു. നമ്മുടെ മൂവാറ്റുപുഴയുള്ള കെൻ ടൂർസ് ആൻഡ് ട്രാവൽസ് കേരളത്തിനകത്തും പുറത്തും വിജയകരമായി പൂർത്തിയാക്കിയ 100 യാത്രകൾക്ക് ശേഷം 101ാമത്തെ യാത്രയായിരുന്നു ഈ ഗുരുവായൂർ യാത്ര. ഇത് അവരുടെ കൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന കുറച്ചു പേര് ചേർത്ത് സൗജന്യമായി കൊണ്ടുപോയ ഒരു യാത്രയായിരുന്നു. കണ്ണന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷനിൽ ഏറ്റവും ലാസ്റ്റത്തെ സീറ്റ് എനിക്ക് കിട്ടി. ക്ഷേത്രയാത്രകളും വിനോദയാത്രകളും വളരെ മനോഹരമായി വിജയകരമായി കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് കെൻ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഇവരുടെ കൂടെയുള്ള യാത്രയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഭക്ഷണം ഏത് യാത്രയിലും ഇവർ തന്നെ ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അതുകൂടാതെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ ഒന്നും കൂട്ടിയായിരിക്കില്ല, ഇവര് ഹസ്ബൻഡും വൈഫും മക്കളും തന്നെ ആയിരിക്കും നമ്മുടെ കൂടെ വരിക. ഇവർക്കിനി ജൂലൈയിൽ തിരുപ്പതി യാത്രയും നവംബറിൽ അയോധ്യ യാത്രയും ക്രൂയിസ് ഷിപ്പിൽ അജന്ത എല്ലോറ യാത്രയും ഒക്ടോബറിൽ പുരി കൊണാർക്ക് ഭുവനേശ്വർ കൊൽക്കത്ത യാത്രയും ജനുവരിയിൽ കുളു മണാലി യാത്രയും മാർച്ചിൽ കാശ്മീർ യാത്രയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവരോടൊപ്പം ചേർന്ന് യാത്രകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ടേ.